നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻവേഴ്സ് ഓഫ് എ 3x3 മാട്രിക്സ്. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് എ 3x3 മാട്രിക്സ്. ഓക്കെ, ഇൻവേഴ്സ് കാണാൻ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടും മറ്റേത് എന്തായിരുന്നു ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ഇൻവേഴ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ 2/2 കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേ ലിസ്റ്റിൽ 2/2 എന്ത് കാണാനുള്ളത്, ഇൻവേഴ്സ് കാണാനുള്ളത്. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് കാണാൻ 3/3 അതൊക്കെ ഇവിടെ ആവശ്യം വരുന്നതാണ്. ഡിറ്റർമിനന്റ് ഓഫ് 2/2 എല്ലാം ഇവിടെ ആവശ്യം വരും. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കയറുക, അറിയുന്നവരാണെങ്കിൽ തന്നെ കണ്ടാൽ മതി. ഓക്കെ, നോക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഫോർമുല നമുക്കറിയാം. നമ്മൾ 2/2 കേസിൽ പറഞ്ഞതാണ്. എ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് എ മെട്രിക്സിന്റെ ആണ് കാണുന്നതെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ്. ഓക്കെ, നമുക്ക് ഈ കേസിൽ അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല കേട്ടോ. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. സംഭവം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ തൽക്കാലത്തിന് നമ്മളൊരു മെട്രിക്സ് എടുക്കുന്നുണ്ട്. നമ്മൾ 3/3 ആണല്ലോ നോക്കുന്നത്. അപ്പൊ ഞാനൊരു 3/3 മെട്രിക്സ് എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 2 1 3 0 2 4 1 1 2. ആദ്യം നമ്മളെ ഇൻവേഴ്സ് കാണുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ ഡിറ്റർമിനന്റ് ഉണ്ടോ നോക്കും. ഡിറ്റർമിനന്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. അതായത് ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ, ഇപ്പൊ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആലോചിച്ച് നോക്ക്, താഴെ 0 വരും. ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ലല്ലോ. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് കാണില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡിറ്റർമിനന്റ് കണ്ടു നോക്കുക. ഡിറ്റർമിനന്റ് 0 ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. എന്താണ് ഈ ഡിറ്റർമിനന്റ് 0 therefore എന്തായിരിക്കും, ഇതിനെന്തായിരിക്കില്ല, ഇൻവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതാണ്. അപ്പൊ ആദ്യം നമ്മളിപ്പോ ഇതിനെ ഞാൻ എ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതിനെ ഞാൻ എ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ത് വരും? സപ്പോസ് 2 into ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 2 into ഞാൻ ഡയറക്റ്റ് എഴുതുന്നുണ്ട് കേട്ടോ. വീഡിയോ ഉണ്ട് ഡിറ്റർമിനന്റ് കാണാനുള്ള ഇതൊക്കെ. അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് കയറുക. പിന്നെ ഞാൻ ടൈം കളയുന്നില്ല, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സിമ്പിൾ കാര്യമാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കയറുക കേട്ടോ. അപ്പൊ എന്ത് വരും? 4 - 4 2 into 4 - 4 ബാക്കി -1 into 1 ഉള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 0 - 4 എന്ന് വരും. അപ്പൊ 0 - 4 പ്ലസ് 3 into എന്ത് വരും? 3 into 0 - 2 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? എന്ത് വരും? 2 into 4 - 4 0 ആയി. അപ്പൊ ഈ ടേം മുഴുവൻ 0 ആയി. -1 into -4 എന്നാവും. അപ്പൊ +4 ആയി. ബാക്കി എന്ത് വരും? +4 ആയി. ബാക്കി എന്ത് വരും? +3 into -2 അപ്പൊ -6 എന്ന് വരും. ക്ലിയർ? അപ്പൊ എന്ത് വരും? -2 എന്ന് വരും. ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടി -2 എന്ന്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് അഡ്ജോയിന്റ് കാണണം. അഡ്ജോയിന്റ് കാണണമെങ്കിൽ ഇതിന്റെയൊക്കെ വീഡിയോ ഉണ്ട്. മൈനറും അഡ്ജോയിന്റ് കാണണമെങ്കിൽ മൈനറും കോഫാക്ടറും അറിയണം. അപ്പൊ അഡ്ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ആലോചിച്ച് വെച്ചോ. അഡ്ജ് എ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോഫാക്ടർ മെട്രിക്സ് കാണണം. അപ്പൊ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് അതിനു വേണ്ടി മൈനറും കോഫാക്ടറും ഒക്കെ കണ്ടുപിടിക്കണം. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ മൈനർ അറിയണം. അപ്പൊ നമുക്ക് മൈനർ കാണാം. നമ്മൾ എന്തൊക്കെ കാണണം? M11 കാണണം, M12 കാണണം, M13 കാണണം. സിമിലർലി എന്തൊക്കെ കാണണം? M21, M22, M23, M31, M32, M33. ഇത്രയും നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് വരും? 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഉള്ള റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ആണോ? അപ്പൊ എന്ത് വരും? അത് ഇവിടെ എഴുതിയത് തന്നെ വരും. 4 - 4 0 എന്ന് വരും. ഓക്കെ ആണോ? അത് ഇവിടെ ഡൗട്ട് ഇല്ല. എനിവേ നമ്മൾ എഴുതുന്നുണ്ട് 2 4 1 2 എന്നാണ്. അപ്പൊ എന്ത് വരും? 4 - 4 = 0 എന്ന് വരും. ബാക്കി നമ്മൾ മുഴുവൻ ഡിറ്റർമിനന്റ് എഴുതണ്ട. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എഴുതാലോ. ഇനി 1 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോയും കോളം ഒഴിവാക്കി 1 2, ഈ 1 ഉള്ള റോയും ഒഴിവാക്കി കോളം ഒഴിവാക്കി ബാക്കി 0 4 1 2 എന്നുണ്ടാവും. 0 4 1 2 എന്നുണ്ടാവും. ഓക്കെ, അടുത്ത എന്തുണ്ടാവും? 2 ആണ്. അടുത്ത M13 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 2 1 1 എന്നുണ്ടാവും. ഓക്കെ, ഇത് ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കണ്ടിട്ട് കയറാം കേട്ടോ. M21 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? M21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും 1 3 1 2 എന്നുണ്ടാവും. 1 3 1 2 എന്നുണ്ടാവും. ഓക്കെ, M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ടാവും? M22 ഈ റോയും ഈ കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 2 3 1 2 എന്നുണ്ടാവും. 2 3 1 2 എന്നുണ്ടാവും. M23 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ടാവും?
ഈ റോയും കോളം ആയി കഴിഞ്ഞാൽ 2 1 1 1 ഉണ്ടാവും. 2 1 1 1. then 3 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ടാവും? 1 3 2 4 ആയിരിക്കും കേട്ടോ. 1 3 2 4. 2 ആണേ. ഇവിടെ 2 ആണേ. 1 3 2 4. M32 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? M32 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോയും കോളം ആയി കഴിഞ്ഞാൽ 2 3 0 4 എന്ന് വരും. 2 3 0 4. M33 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? 2 1 0 2 എന്ന് വരും കേട്ടോ. 2 1 0 2. ഓക്കെ. ഇനി നമ്മൾ വേഗം ഫിനിഷ് ചെയ്യേണ്ടത് ഇത് 0 കിട്ടി. അടുത്ത എന്ത് വരും? -4 -2 2 -3 -1 4 -3 1 2 -1 1 4 -6 -2. അടുത്ത എന്ത് വരും? 4 -0 8 -0 8 4. ഇനി കോഫാക്ടർ C11 എന്ന് വരും. സെയിം സൈൻ തന്നെ. പിന്നെ കണ്ടുപിടിക്കേണ്ടത് C12 C13 C21 C22 C23 C31 C32 C33. ഇതിൽ സൈന് മാറാ. C12ന്റെ സൈൻ മാറും. കാരണം ഓഡ് പവർ -1 raised to ഓഡ് പവർ വരും. അപ്പോൾ സൈൻ മാറും. 4 ആവും. C13യുടെ സൈൻ മാറില്ല. അപ്പൊ എന്ത് വരും? -2 തന്നെ. C21 മാറും 1 ആവും. C22 മാറില്ല. C23 മാറും -1 ആവും. C31 മാറില്ല -2 തന്നെ. C32 മാറും -8 ആവും. C33 മാറില്ല. നമുക്ക് കോഫാക്ടർ മെട്രിക്സ് എഴുതിക്കൂടെ? നമുക്ക് കോഫാക്ടർ മെട്രിക്സ് എഴുതാം. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. കോഫാക്ടർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഈ മെട്രിക്സ് കംപ്ലീറ്റ് വരും. 0 4 -2 ഈ ഓർഡർ 0 4 -2 പിന്നെ ആര് വരും? 1 1 -1 -2 -8 4 എന്ന് വരും. ഓക്കെ. ഇനി അപ്പോ അഡ്ജ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ വരും? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ആണിട്ടത്. അഡ്ജ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്പോസ്. അപ്പോ 0 0 1 -2 4 1 -8 -2 -1 4 എന്ന് വരും. ഓക്കെ. ക്ലിയർ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് കോഫാക്ടർ മെട്രിക്സും കിട്ടി, അഡ്ജോയിന്റും കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് കാണാം? ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്താൽ എ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എന്നാണ്. അഡ്ജ് എ നമ്മുടെ കയ്യിലുണ്ട്. ഈ മെട്രിക്സ് ബൈ ഡിറ്റർമിനന്റ്. അതിന് പകരം നമുക്ക് ഡിറ്റർമിനന്റ് -2. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1 by -2 into 0 1 -2 4 1 -8 -2 -1 4 ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഇതായിരിക്കട്ടെ ഇൻവേഴ്സ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? കൂടുതൽ എക്സാമ്പിൾ വേണമെങ്കിൽ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പൊ ക്ലിയർ ആവും. ഓക്കെ.